കഴിഞ്ഞ വീഡിയോ തീരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്വല്പം താമസിച്ചു പോയിന്ന്. ഇനി ഇവിടെ നിന്ന് എൻ്റെ യാത്ര തേനി പോകണം. തേനിയിൽ നിന്നും നേരെ പൊള്ളാച്ചിക്കാണ്. ത്രൂ ബസ്സുകളുണ്ടാവും. പഴനി വഴി പൊള്ളാച്ചി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 12 മണിയായിരിക്കുന്നു. രാത്രി ഒരു 11-12 മണിയോട് കൂടിയെങ്കിലും വീട്ടിൽ തിരിച്ചെത്തണം എന്നുള്ള ഒരു കാൽക്കുലേഷൻ കൂടെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കമ്പം ടൗണിൽ ചെന്നപ്പോൾ തന്നെ ഒരു മധുരൈ ബസ് കിട്ടി. അപ്പോൾ ആ മധുരൈ ബസ്സിൽ തേനിക്ക് ഉള്ള യാത്രയിലാണ്. ഈ പോകുന്ന വഴിക്ക് നേരത്തെയൊക്കെ ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പത്തുനിന്നും ബോഡി നായ്ക്കന്നൂർ വഴിയാണ് തേനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം സമയവും 60 കിലോമീറ്ററും ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഏതായാലും 36 കിലോമീറ്ററാണ് തേനിക്ക് ഈ ഒരു റോഡിലൂടെ ഞാൻ പോകുമ്പോൾ ഇവിടെ മേൽക്കുറ്റിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഏതായാലും കമ്പം ടൗണിൽ നിന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒരു റൈറ്റ് ടേൺ എടുത്തു. എൻ്റെ ഓർമ്മയിൽ നേരത്തെ അങ്ങനെ പോയതായിട്ടൊരു ഓർമ്മ എനിക്കില്ല. 2 മണിക്കൂർ എടുത്ത് തന്നെ ബോഡി നായ്ക്കന്നൂർ വഴി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ബോഡി നായ്ക്കന്നൂർ വഴിയായിരിക്കും വണ്ടി പോകുന്നത് എന്നതാണ്. അപ്പോൾ അതനുസരിച്ച് ചെറിയ കാൽക്കുലേഷനുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതൊക്കെയോ ഇത് പുതിയ റോഡാണോ എന്നെനിക്ക് സംശയമുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ആ പോകുന്ന വഴിക്ക് ഉള്ള കുറേ സ്ഥലങ്ങളും അവിടുത്തെയൊക്കെ കുറച്ചേറെ നമ്മൾ കാഴ്ചകൾക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെ പ്രത്യേകിച്ച് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകൾ അധികവും മാവാണ് കൂടുതലായിട്ട് ഈ സൈഡിൽ ഒരു കൃഷിയെന്ന് പറഞ്ഞ് എന്നെനിക്ക് തോന്നുന്നു. അതേപോലെ ഇതുപോലെ ഉള്ള ചെറിയ ഒരു പക്ഷേ നേരത്തെയൊക്കെ ചെറിയ ജംഗ്ഷനായിരുന്ന സ്ഥലങ്ങളായിരിക്കും ഇതേപോലെ പുതിയ കാലത്തിൻ്റെ കെട്ടിടങ്ങളും വീതി കൂടിയ റോഡുകളും ഒക്കെയായിട്ട് കാണപ്പെടുന്നത്. ഏതായാലും കുറച്ച് നേരം യാത്ര ചെയ്യപ്പോഴത്തേക്കും വിശാലമായ നെൽപ്പാടങ്ങളുടെ കാഴ്ചയാണ്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജനിച്ച നാൾ മുതൽ ഈ നെൽകൃഷിയും ഒക്കെ കണ്ടുകൊണ്ട് വളർന്നതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും നെൽപ്പാടങ്ങൾ കാണുക എന്നുള്ളത്. ശരിക്കും എനിക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഒരുപക്ഷെ അന്യം നിന്ന് പോയത് അല്ലെങ്കിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കമ്പത്തു നിന്നും തേനിയിലേക്കുള്ള വഴിക്ക് കാണുന്നത്. ഈ പാടങ്ങളുടെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ മറ്റ് കൃഷികളുമുണ്ട്. തെങ്ങാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ കണ്ടത്തിൻ്റെ സൈഡിലായിട്ട് മാവുണ്ട്. ചില സ്ഥലങ്ങളിൽ ചോളത്തിൻ്റെ കൃഷിയുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ ഇന്നലെ കാണിച്ചു തന്നായിരുന്നു പാവൽ. അതേപോലെ പച്ചക്കറികൾ വളരെ കൃഷിയുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം മടുക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ കുട്ടനാട്ടിലെ പാലക്കാട് ഒക്കെ പോകണം നമുക്കിപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ. ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ എവിടെ ചെന്ന് നോക്കിയാലും, പ്രത്യേകിച്ചും എൻ്റെ ഒരു നാട് എറണാകുളം കോതമംഗലം എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നെൽപ്പാടങ്ങൾ ഉള്ള ഒരു സ്ഥലമായിരുന്നു. നെൽപ്പാടങ്ങൾ എന്ന് വെച്ചാൽ വെറും സാധാരണ ഇപ്പം നമ്മളിവിടെ കാണുന്നത് വലിയ താഴ്ചയൊന്നുമില്ലാത്ത പാടങ്ങളാണ്. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തും എനിക്കും ഉണ്ടായിരുന്നതൊക്കെ ഏകദേശം നമ്മുടെ മുട്ടിന് മുകളിൽ ചെളി ഉള്ള പാടങ്ങളാണ്.
അതിലെയൊക്കെ ശരിക്കും കൊയ്ത്ത് കാലത്തും അത് വിതയ്ക്കലും നടലും ഉള്ള സമയത്തൊക്കെ നമ്മൾ ശരിക്കും അറമാദിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാടങ്ങളുടെ കാഴ്ച ഞാനീ കടന്നു പോകുന്ന വഴിക്ക് മിക്കവാറും പാടങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ പിന്നെ തമിഴ്നാട്ടിലിപ്പോൾ കാണുന്നൊരു കാഴ്ചകളാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ കാഴ്ചകൾ. ഇപ്പോൾ ഈ കടന്നു പോകുന്ന സ്ഥലത്ത് കാണുന്നത് വാഴക്കൃഷിയും തെങ്ങും തോപ്പുകളും അതേപോലെ ചോളം നട്ടിരിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. തെങ്ങും തോപ്പുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പുതുതായിട്ട് തെങ്ങ് വെച്ചുപിടിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ടെന്ന് തോന്നുന്നു. തെങ്ങ് കൃഷിയൊക്കെ വളരെ ലാഭകരമായിട്ടാണ് അവർ സാധാരണ തേങ്ങയ്ക്ക് വിലയില്ല എന്നുള്ളൊരു രീതി വന്നപ്പോഴത്തേക്ക് അവർ കരിക്ക് കച്ചവടത്തിലേക്ക് മാറി. വേറെ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അവർ വച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർക്ക് പൈസ കിട്ടണമെന്നുള്ളത് മാത്രമാണ് അവരുടെ ഏക സെൻറ്റിമെൻറ്റ്സ്. ജീവിക്കാനുള്ള പൈസ ഏകദേശം ഇവിടെ നമ്മൾ നാട്ടിൽ തന്നെ ഇപ്പോൾ 50 രൂപയോളം കൊടുക്കണം തമിഴ്നാട്ടിലൊന്ന് വരുന്ന ഒരു കരിക്കിന്. ഇവിടെ ഇപ്പോൾ ഒരു മിനിമം ഒരു 7.5 10 രൂപയെങ്കിലും 7.5 മുതൽ 10 രൂപയെങ്കിലും ഈ കൃഷി ചെയ്യുന്നവന് കിട്ടണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തെങ്ങ് വളരെ കൂടുതലായിട്ടുണ്ട്. തെങ്ങിന് പറയത്തക്കതായിട്ടുള്ള രോഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെയുള്ള ഒരു കൃഷി എന്ന് വെച്ചാൽ ഈ ഇവിടെ ചെയ്തിട്ടുണ്ടോ തെങ്ങും തോപ്പിൻ്റെയൊക്കെ പുറയിൽ സ്ഥലം ഓരോ പ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ശരിക്കും അപകടകരമായിട്ടുള്ള ഒരു രീതിയിലാണോ തമിഴ്നാട്ടിൽ തഴച്ച് വളരുന്നതെന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ് ശരിക്കും. കാരണം ഈ കാഴ്ചകളൊക്കെ ഈ പച്ചപ്പിൻ്റെയും പ്രസരിപ്പിൻ്റെയും ഈ കാഴ്ചകളൊക്കെ അന്യം നിന്ന് തമിഴ്നാടിനും അന്യമാവുമോ ഇനിയുള്ള ഭാവിയിൽ. നമ്മൾ വീണ്ടും നെൽവയലുകളുടെ കാഴ്ച നമ്മൾ ഈ കടന്നു പോകുന്ന വഴിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ഒരു കാഴ്ചകൾ എൻ്റെ ക്യാമറയിലേക്ക് പകർത്തുന്നത്. കുറച്ച് ചെന്നപ്പോഴത്തേക്ക് ഏതായാലും തേനി ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് വരുവാണ്. തേനി ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബസ്. അപ്പോൾ തേനി ടൗണിലെ കാഴ്ചകളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. തേനി ടൗണിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങൾക്കും സംഭവിച്ച് കൊണ്ടിരിക്കുന്ന പോലത്തെ ഉള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങളൊന്ന് നടന്ന് കാണുന്നതിന് വേണ്ടി ഞാൻ ബസ്സിൽ നിന്ന് ഇവിടെ ഇറങ്ങി ഇനി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ റോഡിലൂടെ മുൻപോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. തേനി ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള യാത്രയാണ് ഇനി.